നമസ്കാരം. നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്തവരായിട്ട് ഇപ്പോൾ ഈ ലോകത്ത് തന്നെ ആരും ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും കമ്പ്യൂട്ടറിലെ ബേസിക് നോളേജ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാത്തവർ ഇപ്പോഴും ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം IT@School GNU ഓർ ലിനക്സ്. ഓക്കെ, ലിനക്സ് എന്ന് പറഞ്ഞാൽ അതൊരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ആർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ആര് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താലും അതിൻ്റെ ഫുൾ അവകാശവും അതിൻ്റെ കംപ്ലീറ്റ് അവകാശവും അവനക്കായിരിക്കും. ഓക്കെ, നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ള് അവകാശവും നിങ്ങൾക്ക് ആയിരിക്കും. വിൻഡോസ്, ലിനക്സ്, ആപ്പിൾ, യൂണിക്സ് ഇങ്ങനെ നിറയെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പനികളുണ്ട്, നിറയെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫാമിലീസ് ഉണ്ട്. അതിൽ ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫാമിലിയാണ് വിൻഡോസ്. വിൻഡോസിൽ നിറയെ ഓപ്ഷൻ ഉണ്ട്. 98, 2000, XP, വിസ്റ്റ, 7 ഇങ്ങനെ നിറയെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ഫാമിലിയിലുണ്ട്. ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസിലുള്ള എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും. ഓക്കെ, പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ പിന്നെ രണ്ടാമത് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആപ്പിൾ ഫാമിലി. ആപ്പിൾ മാക്കോയ്സ്, ആപ്പിൾ ലിയോപാഡ് ഇങ്ങനെ അതിൻ്റെ നിര ഇങ്ങനെ നീണ്ടുപോകുന്നു. ഓക്കെ, പിന്നെ ഉപയോഗിക്കുന്ന ഈ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിൻ്റെ അവകാശങ്ങളും നിബന്ധനകൾ കംപ്ലീറ്റ് എല്ലാ അവകാശങ്ങളും വന്നിട്ട് ആ കമ്പനികൾക്ക് അതീതമായിരിക്കും. നമ്മൾക്ക് അതിലൊരു മാറ്റവും വരുത്താൻ കഴിയുന്നതല്ല. എന്നാൽ ലിനക്സ് അങ്ങനെയല്ല, അതൊരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയതിനാൽ നമുക്ക് എന്ത് മാറ്റങ്ങളും അതിൽ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്കതിൽ എന്ത് മാറ്റവും നമുക്ക് വരുത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം IT@School ലിനക്സ് ഫാമിലിയിലെ IT@School. ഈ IT@School കേരള ഗവൺമെൻറ് എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് സ്പേസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഡെവലപ്പ് ചെയ്ത് എടുത്ത ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ലിനക്സ് ആണ്. ലിനക്സിൻ്റെ ഒരു ഈസി ആയിട്ടുള്ള വേർഷനാണ് IT@School. ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലെല്ലാം എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് IT@School ആണ്. ഓക്കെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി കൂടുതൽ IT@School പറ്റി കുറച്ചും കൂടി കൂടുതൽ അവർക്ക് നോളേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം IT@School ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ അറിയാത്ത നിറയെ പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒരു ഡെമോ മാതിരി ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ ചിലപ്പോൾ ചില തെറ്റുകൾ, കുറ്റങ്ങൾ ഇതെല്ലാം വന്ന് പെട്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ എൻ്റെ ശ്രദ്ധക്കുറവ് മൂലമാകാം, ചിലപ്പോൾ എനിക്ക് ഈ രംഗത്തുള്ള പരിചയക്കുറവ് മൂലമാകാം, ചിലപ്പോൾ നിങ്ങളുടെ അത്രയും അറിവ് എനിക്ക് ഇല്ലാഞ്ഞിട്ടുമാവാം. ഓക്കെ, എങ്ങനെയായിരുന്നാലും അതെല്ലാം ക്ഷമിച്ച് പുറത്ത് നിങ്ങൾ ഈ ഒരു ഡെമോ വീക്ഷിച്ച് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള ഒരു നോളേജ് നിങ്ങൾ എടുക്കണം. ഈ ഒരു നോളേജ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ ഈ നോളേജ് നിങ്ങൾക്ക് ഒരു ഒരു യൂസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ, ജീവിതത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് ആ ഒരു സന്തോഷം എന്നിലൂടെ നിങ്ങൾ പങ്കുവെക്കണം. എൻ്റെ ഇമെയിലിലേക്ക് നിങ്ങൾ ആ ഒരു സന്തോഷം എന്ത് തന്നെയായാലും, മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും നിങ്ങൾ മെസ്സേജായി സെൻഡ് ചെയ്യണം. ഓക്കെ, എൻ്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് mc.kunjumohammad@gmail.com. mc.kunjumohammad KUNJUMOHAMMED@gmail.com. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ഈ ഒരു വിൻഡോ നമ്മൾ ഫസ്റ്റ് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും അതിനാവശ്യമായത് ഒരു ബൂട്ടബിൾ, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ XP ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്, XPയുടെ ബൂട്ടബിൾ CD നമുക്ക് ആവശ്യമായി വരും. ഓക്കെ, വിൻഡോസ് വിസ്റ്റയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ ബൂട്ടബിൾ CD നമുക്ക് ആവശ്യമായി വരും. ലിനക്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ ബൂട്ടബിൾ CD നമുക്ക് ആവശ്യമായി വരും. ഓക്കെ, അതിൻ്റെ ബൂട്ടബിൾ CD നമ്മൾ ആദ്യം കരുതി വെക്കണം. ഇപ്പോൾ IT@School ആണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഈ ഇത് ഡെമോ കണ്ടിട്ട് നിങ്ങൾക്ക് IT@School ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് IT@Schoolൻ്റെ ഒരു ബൂട്ടബിൾ CD ആരുടെ കയ്യിൽ നിന്നെങ്കിലും വാങ്ങണം. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത്രയും നല്ലത്. അത് CD ഡ്രൈവിൽ
നിങ്ങളുടെ എല്ലാ കമ്പ്യൂട്ടറിലും CD ഡ്രൈവ് ഉണ്ടായിരിക്കും. ആ CD ഡ്രൈവിൽ ഇട്ടതിന് ശേഷം ബയോസിൽ പോകണം. ബയോസിൽ പോകുന്നതിനായി ഡിലീറ്റ് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ഇങ്ങനെ ഓപ്പണായി വരുന്ന സമയത്ത് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഡിലീറ്റ് ഇങ്ങനെ പ്രസ് ചെയ്തു ഇങ്ങനെ അമർത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ ബയോസ് ഓപ്പൺ ആവും. ഇത് എല്ലാ കമ്പ്യൂട്ടറിനും ഇത് ബാധകമല്ല. 90 ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിലെ 95% കമ്പ്യൂട്ടറിലും 95% കമ്പ്യൂട്ടറിലും ഡിലീറ്റ് കീയാണ് ബയോസ് എന്ന ഓപ്ഷനിൽ എൻ്റർ ആകാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ബയോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഈ ബയോസിൽ എൻ്റർ ആയതിനു ശേഷം അതിൽ അഡ്വാൻസ്ഡ് സെറ്റപ്പിൽ പോയിട്ട് അതിൻ്റെ ഫസ്റ്റ് ബൂട്ട്, സെക്കൻഡ് ബൂട്ട്, തേർഡ് ബൂട്ട് ഈ 3 ബൂട്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ബൂട്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ CD ഡ്രൈവ് സെറ്റ് ചെയ്ത് വെക്കണം. CD ഡ്രൈവ് സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ CD എന്നാണ് നമ്മൾ ഹാർഡ് ഡിസ്കിലോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഫസ്റ്റ് ബൂട്ട് CD ഡ്രൈവ് സെറ്റ് ചെയ്യണം ബയോസിൽ പോയിട്ട്. ഓക്കെ, അതിന് ശേഷം F10 കൊടുത്താൽ അത് സേവ് ആൻഡ് എക്സിറ്റ് എന്നുള്ളൊരു വിൻഡോ വരും. ഓക്കെ, F10 കൊടുത്ത് എൻ്റർ കൊടുക്കണം. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നമ്മൾ ഫസ്റ്റ് ബൂട്ട് CD-ROM സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ സേവ് ആയും കൊണ്ട് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആകുമ്പോൾ CD-യിൽ നിന്നായിരിക്കും കമ്പ്യൂട്ടർ ബൂട്ട് ആവുന്നത്. ഓക്കെ, ബൂട്ടായതിനു ശേഷം ഇതേമാതിരി ഒരു വിൻഡോ വരും. ഓക്കെ, ഈ വിൻഡോ വന്നു കഴിഞ്ഞാൽ പ്രസ് F1 ഫോർ ഹെൽപ്പ് ഓർ എൻ്റർ ടു ബൂട്ട്. ഓക്കെ, നമ്മൾ എൻ്റർ കൊടുക്കണം. അപ്പോഴാണ് CD ഡ്രൈവിൽ നിന്ന് അത് ബൂട്ട് ആവുകയുള്ളൂ. ഓക്കെ, എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഓക്കെ, കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു അതിലിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് ഇരിക്കും. ഓക്കെ, അതിനുശേഷം ഇതൊരു വിൻഡോ വരും. നമ്മുടെ ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആണോ ഇതിലുള്ള ലാംഗ്വേജ് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ. മലയാളം ഉണ്ടോ എന്ന് നോക്കാം. മലയാളം ഇല്ല. ഓക്കെ, മലയാളം ഇല്ല. ഇപ്പോൾ US. ഓക്കെ, US ഇല്ല. ഓക്കെ, ഇംഗ്ലീഷ് നമുക്ക് ഉപയോഗിക്കേണ്ട ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റർ കൊടുക്കുക. സെലക്ട് ചെയ്യാനായിട്ട് അപ്പ് ആരോ, ഡൗൺ ആരോ, റൈറ്റ് ആരോ, ലെഫ്റ്റ് ആരോ ഈ ആരോകൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പ് ആരോ, ഡൗൺ ആരോ ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രി ചോദിക്കും. ഓക്കെ, നമ്മുടെ രാജ്യം ഏതാണ്? ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ വീണ്ടും കൊടുക്കുക. അതിനുശേഷം കീ മാപ്പ് എന്ന് പറഞ്ഞിട്ട് അതായത് സെലക്ട് ചെയ്യുക കീബോർഡ് ലേഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഇതിൽ നമ്മൾ കീബോർഡ് ലേഔട്ട് സെലക്ട് ചെയ്യണം. ഇതിൽ നിങ്ങൾ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അമേരിക്കൻ ഇംഗ്ലീഷ് ഇരിക്കട്ടെ. നമ്മൾ വേറെ ഒന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അമേരിക്കൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഹാർഡ്വെയർ ടു ഫൈൻഡ് CD-ROM ഡ്രൈവ്സ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഓക്കെ, ലോഡിംഗ് അഡീഷണൽ കമ്പോണൻസ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ധൃതി കാണിക്കാൻ പാടില്ല. വളരെ ക്ഷമയോട് കൂടിയിട്ട് വേണം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ.